ഇങ്ങനെ നന്ദില്ലാണ്ട് സംസാരിക്കരുത് കേട്ടാ. ദൈവം കേക്കില്ലേ? കേക്കട്ടെ, ദൈവം കേക്കട്ടെ. എൻ്റെ കാര്യം എൻ്റെ മോൻ കേൾക്കണില്ല. വൈകുന്നേരം കുടിക്ക് വന്ന ഓൻ മുറി കടന്ന് വാതിലടയ്ക്കും. അടച്ചുപൂജയാ. പിന്നെ മുറിന്ന് പുറത്തു വരാൻ ഞാനൊക്കെ കിടന്ന് അർദ്ധരാത്രിക്കാ. എന്നെ കാണണ്ട കഴിക്കാനോ ഓൻ മുറി കിടന്ന് വാതിലടയ്ക്കണ്. ഇങ്ങളാ മുറിയിൽ എന്താ ചെയ്യണത് മാലതിയെ? ആ മുറിയിൽ കയറാൻ എനിക്കും അധികാരില്ലേ? എൻ്റെ മോൻ്റെ അച്ഛൻ മരിക്കണേൻ്റെ മുമ്പ് വരെ ഞാനും ആ മുറിയിൽ തന്നെയല്ലേ കിടന്നായിരുന്നത്. അത് നിനക്കറിയില്ലേ? ഉവ്വോ, ആ മുറി ഇക്ക് കിടക്കാനുണ്ടാക്കിയതാ ഓൻ്റെ അച്ഛൻ. മുറി ഉണ്ടാക്കിയിട്ടിട്ട് അതിലിടാൻ കട്ടിലും ഉണ്ടാക്കിച്ചു, ഒന്നാന്തരം മാവിൻ്റെ തടിയുണ്ട്. എന്നിട്ടിപ്പോൾ ഇക്ക് ആ മുറിയിൽ കയറിക്കൂടാ. അമ്മ ആ മുറിയിൽ കയറിയാൽ എനിക്കെന്താ നഷ്ടം? അമ്മ ആ മുറിയിൽ കിടന്നോളോ, ഞങ്ങൾ തളത്തിൽ കിടന്നോളാം. എനിക്ക് ഇന്ന മുറി വേണമെന്നൊന്നും നിർബന്ധമില്ല. എവിടെ കിടന്നാലും എനിക്ക് ഉറക്കം വരും. എൻ്റെ ഉറക്കം മോൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ല. എപ്പോൾ എന്താ ഉറക്കം ഉറങ്ങണത്? അരമണിക്കൂർ ഉറങ്ങാൻ സഹിച്ചാൽ എൻ്റെ ശരീരം നന്നാവും. വയ്യ, എപ്പോഴും കാലിൽ ഉരുണ്ട് കയറില്ല. കുറച്ച് കുഴമ്പ് വാങ്ങി വരണമെന്ന് പറഞ്ഞാൽ ആരാ കേൾക്കണ്? എൻ്റെ മരുന്നാവുമ്പോൾ ആർക്കും ഒരു ഇളക്കില്ല. നിൻ്റെ പൗഡറും കൺമഷിയും ചെന്തോരം ഒക്കെ ഓൻ മേടിച്ചുകൊണ്ട് വരും. എന്നെ ആർക്കും വേണ്ടല്ലോ. അമ്മയെ ബോധിപ്പിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ പോയി കഞ്ഞി കൂട്ടാൻ ഒരുക്കട്ടെ. മരുമകൾ അകത്തേക്ക് പോയി. ദാ അച്ഛൻ വന്നു, അമ്മിണിക്കുട്ടി വിളിച്ചു പറഞ്ഞു.